അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഈ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദഅവയെ പ്രതിനിധീകരിക്കുന്ന ഒരു സെഷനാണിത്. നമ്മുടെ പവിത്രമായ കലിമത്തു തൗഹീദും പ്രവാചക സുന്നത്തും അത് ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനാണ് നാം യഥാർത്ഥത്തിൽ ദഅവത്ത് നിർവഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാറ്റിലും ജനങ്ങളെ ക്ഷണിക്കാറുണ്ട്, പല കാര്യങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ ഇവിടെ ദഅവ എന്നുദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അത് പഠിപ്പിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും അത് ബോധവൽക്കരണം നടത്തുന്നതുമെല്ലാം പുണ്യമാണെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, കേരളത്തിൽ സാധാരണ മുജാഹിദ് പ്രസ്ഥാനം, ഇവിടെ SKSM പ്രതിനിധീകരിക്കുന്ന മഹത്തായ ആദർശം, ഇതെല്ലാം അതിൻ്റെ ഒന്നാം സ്ഥാനം ശിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. നാം അത് മറന്നു പോകരുത്. നമ്മുടെ ഏത് ദഅവത്തും ഏത് പ്രബോധനത്തിൻ്റെയും തുടക്കവും അത് നിറഞ്ഞു നിൽക്കുന്നതും അത് അവസാനിപ്പിക്കുന്നതുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരിക്കണം. എനിക്ക് വളരെ അല്പം സമയമേ ഉള്ളൂ, പോകാനുമായിട്ടുണ്ട്. എൻ്റെ പഴയ കാല കുറേ ഒരു 3-4 ദശകങ്ങളായി ഊട്ടിയുറപ്പിക്കുന്ന ബന്ധങ്ങൾ, അതുമാത്രമാണ് എന്നെ ഇവിടെ ഇന്നതിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഉടനെ പോകേണ്ടതുമുണ്ട്. ഈ ആളുകളോടുള്ള ഒരു കടമ അന്നു മുതൽ ഇന്ന് വരെ അവരുടെ മക്കളായി, പേരമക്കളായി. എന്നിട്ടും അതിലൊരു വലിയ വിഭാഗം ആളുകൾ സന്തോഷത്തോടു കൂടെ ഈ മഹത്തായ ആദർശത്തിൻ്റെ പ്രബോധകരായി അവർ തലമുറ കൈമാറി നിൽക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. നിങ്ങളെപ്പോഴും കുറ്റങ്ങൾ കാണരുത്, നന്മയെ കാണണം, ആ നന്മയെ പ്രകീർത്തിക്കണം. നീ കാരണമായി ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുകയാണെങ്കിൽ നിനക്ക് നേടാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം, അനുഗ്രഹം അതാണെന്ന് മനസ്സിലാക്കാനാണ് വിശ്വാസികളോട് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. നാം മുഖേന ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വരണം. ഞാൻ അവിടെയാണ് തുടങ്ങുന്നതും അവിടെയാണ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും. നമ്മുടെ ഇവിടുത്തെ മുൻഗാമികളെ ഞാൻ പറഞ്ഞില്ലേ, 10-40 വർഷമായി എനിക്കറിയാം. അവരുടെ മക്കളുമായി ഇന്ന് ബന്ധപ്പെട്ടു, പേരമക്കളുമായി ബന്ധപ്പെട്ടു. അവരിൽ പലരും കുതറി ഓടിയിട്ടുണ്ട്. ഭൗതികമായും മറ്റു കാര്യങ്ങളിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ ത്യാഗിവര്യന്മാരായ അവരുടെ മുൻഗാമികൾ അവരെ ഈ ആദർശ രംഗത്ത് പിന്തുടരാനും ആ പ്രബോധക മാർഗത്തിൽ അതിൻ്റെ അനന്തരമെടുക്കുന്നവരായി മാറാനും ഭാഗ്യം ലഭിച്ചവർ വളരെ കുറച്ചാണുള്ളത്. ഇനി കുറേ കൂടി തീവ്രമായി ഈ മാർഗത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന പ്രേരണകളാണ് സമൂഹത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. വീട്ടിലെ അന്തരീക്ഷം, നാട്ടിലെ അന്തരീക്ഷം, വിദ്യാലയങ്ങളിലെ അന്തരീക്ഷം, യാത്രയിലെ അന്തരീക്ഷം എല്ലാം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പേടിക്കണം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്, മരിക്കുന്നത്, അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്.
അവന് സ്വർഗം ലഭിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ സന്ദേശം തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ലോകത്തുള്ള എല്ലാ വിഭവങ്ങളും നിനക്ക് സമ്പത്തായി ലഭിക്കുന്നതിനേക്കാൾ നീ ഉത്തമമായി കാണേണ്ടത് നീ മുഖേന ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നാം തിരിഞ്ഞു നോക്കേണ്ടത്. അതോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ചിന്തിക്കുക, ഞാൻ മുഖേന എത്ര ആളുകൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്? ഏറ്റവും വലിയ പുണ്യവും മോക്ഷത്തിൻ്റെ മാർഗവും അതാണ്. എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട നാം, അതിനെ സ്നേഹിക്കുന്ന നാം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാം, ആരാണ് നമ്മൾ മുഖേന ഹിദായത്തിലേക്ക് വന്നത്? ഇത് ഓരോരുത്തർക്കും ആലോചിച്ചാൽ, ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് ആലോചിക്കുക. ഞാൻ ഒരുപാട് കാലമായി ഇതിൻ്റെ പ്രവർത്തകനാണ്. ഞാൻ മുവഹിദാണ്, ഏകദൈവ വിശ്വാസിയാണ്. ഞാൻ പ്രവാചക ചര്യയിൽ വിശ്വസിക്കുന്നവനാണ്. ഞാൻ കാരണമായി എത്ര ആളുകൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ മാറിയിട്ടുണ്ടോ? എൻ്റെ ഭാര്യ എൻ്റെ ഉപദേശം കേട്ട് അവൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടോ? എൻ്റെ അയൽവാസി വന്നിട്ടുണ്ടോ? ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഞാനുമായി ബന്ധപ്പെട്ടവരിൽ ആരെങ്കിലും ഞാനാണ് എനിക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണമെന്ന് പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഓരോരുത്തരും അത് ആലോചിക്കുക. നമ്മുടെ വിശാലമായ പ്രബോധന സംഗമങ്ങളെക്കാളെല്ലാം ഒരു അരമണിക്കൂർ ആ ചിന്ത ഏകാഗ്രമായി നിൽക്കട്ടെ. കഴിഞ്ഞു പോയ ആ കാലം ഞാൻ തീർത്തും അത് എപ്പോഴും ഓർക്കുന്ന ഒരാളാണ്. ഒരു തരീഖത്തിൻ്റെ കുടുംബം, ശിർക്ക് ബിദ്അത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ അംഗമായി ജനിച്ച ആളാണ് ഞാൻ. എനിക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകി. അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റാവുന്ന ഒരു കാര്യമാണത്. ആരും മടിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ ആ വിശ്വാസിയായി അതിലുറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് അമലുകൾ, ഇബാദത്തുകൾ എല്ലാം വരുന്നത്. എങ്കിൽ ഈ തൗഹീദ് ഞാൻ ഉൾക്കൊണ്ടതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ ആരെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു? എൻ്റെ അയൽപ്പക്കത്ത്, എൻ്റെ സ്നേഹിതന്മാരിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഈ ഭൗതികമായി എല്ലാം സമ്പാദിക്കുന്നതിനിടയിൽ ഇതിലേക്ക് ഞാൻ നിമിത്തമായി എത്ര ആളുകൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്? അതാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. ആ ഒരു ചിന്ത നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും, ഇപ്പോൾ ഇവിടെ പലപ്പോഴും പറയുന്നുണ്ട് പഴയ കാരണന്മാരുടെ ആവേശം, അവരെ ബാക്കി നിൽക്കുന്നവരുടെ ക്ഷയിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട് നിൽക്കുന്നു. പക്ഷെ മക്കളെ ഈ രംഗത്ത് കിട്ടുന്നില്ല, അവരെ പള്ളിയിൽ കാണുന്നില്ല. ഈ രംഗത്ത് മാത്രമല്ല, അവരെ പള്ളിയിൽ കാണുന്നില്ല, അവരെ ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളിലൊന്നും കാണുന്നില്ല. അവർക്കിതിൽ ആവേശമില്ല. എങ്കിൽ അവരെ നേരായ മാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ അരികെ രക്ഷപ്പെടാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ, സ്വർഗത്തിൻ്റെ അവകാശികളായി മാറാൻ ഇതുമാത്രമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വിശ്വാസം ശരിയാകാതെ നിങ്ങൾ എത്ര വഹദുമലയോളം നിങ്ങൾ ദാനധർമ്മം ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ആദർശം ഉൾക്കൊണ്ടവരാണ് നാം. ഈമാനോടുകൂടെ, ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ നന്മകളും അതിനോടൊപ്പം വരികയുള്ളൂ. അത്ര പ്രാധാന്യമറിയിക്കുന്നതാണത്. അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക്, നാട്ടിലേക്ക്, പരിസരത്തേക്ക്, അയൽപ്പക്കത്തേക്ക്, സ്നേഹജനങ്ങളിലേക്ക്, നാട്ടിലെ നമ്മുടെ സഹപ്രവർത്തകന്മാരിലേക്ക് എല്ലാം ആലോചിച്ച് അല്പനേരം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക. ഞാൻ എങ്ങനെയാണ് എനിക്ക് ഹിദായത്ത് ലഭിച്ചത്? ഉപ്പയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഉപ്പുപ്പായിൽ നിന്നാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരനിൽ നിന്നാണ്, അല്ലെങ്കിൽ യാദൃച്ഛികമായി ഒരു പ്രസംഗം കേട്ടതാണ്.
അല്ലെങ്കിൽ എപ്പോഴോ എനിക്ക് ലഭിച്ച ഒരു പുസ്തകം വായിച്ചിട്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് അത് ലഭിച്ചതിന് ശേഷം നിങ്ങൾ മുഖേന ആർക്കാണ് ഹിദായത്ത് ലഭിച്ചത്, ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഓരോരുത്തരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആ ചിന്തക്ക് സാധിക്കും എന്ന് ഉണർത്തിക്കൊണ്ട്, റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഈ വിശ്വാസവും ആചാരവും അനന്തരമെടുക്കുന്ന കുടുംബത്തെ പിൻഗാമികളായി നൽകിക്കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.